നമസ്കാരം സുഹൃത്തുക്കളെ, പലിശ നിരക്കുമായി ബന്ധപ്പെട്ട ഒരു PSC ക്വസ്റ്റ്യൻ പഠിക്കാം. ഒരാൾ 12,500 രൂപ സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ തുക 15,500 ആയി എങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ തുകയും അതിൻ്റെ പലിശയും പലിശ നിരക്കും നമ്പർ ഓഫ് ഇയേഴ്സ് വർഷവും എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമുണ്ട്. അത് I സമം PNR എന്നാണ്. I എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ മുതൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. R നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, R പലിശ നിരക്കാണ്. നമ്മൾ സമവാക്യത്തിൽ എഴുതുമ്പോൾ R/100 എന്ന് എഴുതണം. അത്രയും ശതമാനമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ഫോമുലയിലോട്ട് അത് എഴുതുമ്പോൾ സമവാക്യത്തിൽ എഴുതുമ്പോൾ R/100 ആണ് എഴുതേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം ഒരു ശതമാനം കൂടെ ഇടേണ്ടതുണ്ട്, എങ്കിലേ ശതമാനം എത്രയെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ഇവിടെ I തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. I തന്നിട്ടില്ല, പക്ഷേ നമുക്ക് I കണ്ടുപിടിക്കാം. മുതൽ 4 വർഷം കഴിഞ്ഞപ്പോൾ 15,500 രൂപയായി. നമ്മൾ നിക്ഷേപിച്ചത് 12,500 രൂപയാണ്. അവ തമ്മിലുള്ള വ്യത്യാസമാണ് പലിശ. അവസാനം കിട്ടിയ തുകയിൽ നിന്ന് നിക്ഷേപിച്ച തുക കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും പലിശ. ഇപ്പോൾ 15,500 നിന്ന് 12,500 കുറയ്ക്കുമ്പോൾ 3,000 രൂപയാണ് നമുക്ക് പലിശയായിട്ട് കിട്ടുന്നത്. ഇനി P പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിക്ഷേപിച്ച തുക 12,500 ആണ്. ഇനി N നമ്പർ ഓഫ് ഇയേഴ്സ് 4 വർഷമാണ്, 4 ഇയേഴ്സ്. R നമുക്കറിയില്ല, അതിനെ നമുക്ക് R/100 ശതമാനം ഒന്ന് എടുക്കണം. R നിരക്ക്, അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്രയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും കൂടെ ഈ സമവാക്യത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I സമം PNR, ഒരിക്കൽ കൂടെ ഞാൻ എഴുതി തന്നേ ഉള്ളൂ. I എത്രയാണ്? ഇൻട്രസ്റ്റ് 3,000 സമം P പ്രിൻസിപ്പൽ എമൗണ്ട് 12,500 ഇൻറ്റു N 4 ഇൻറ്റു R/100, അത്രയും പെർസെൻറ്റേജ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 2 സീറോസും ഈ 2 സീറോസും ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് 3,000 സമം 125 ഇൻറ്റു 4 എത്രയാണ്? 125ൻ്റെ 4 ഇരട്ടി 500 R, അത്രയും ശതമാനം ഒന്ന് കിട്ടും. ഇതിൽ നിന്ന് R കണ്ടുപിടിക്കാനായിട്ട് R സമം നോക്കിക്കൊള്ളൂ, 3,000 ഭാഗം ഈ 500, 3,000 ഭാഗം 500, 2 സീറോ ക്യാൻസലായി. 30/5 എന്ന് പറയുന്നത് 6 ആണ്. 6×5 30. ഇതിൻ്റെ ഉത്തരം 6. ഇവിടെ ഒരു ശതമാനം കൂടെ ഇടണം. അതുകൊണ്ട് തന്നെ ഉത്തരത്തിലും 6% എന്ന് കിട്ടും, 6%. അപ്പോൾ 12,500 രൂപ 4 വർഷം കഴിഞ്ഞ് 15,500 മാറുകയാണെങ്കിൽ സാധാരണ പലിശ നിരക്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് 6% ആയിരിക്കും.